എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ഭാരതീയ സംസ്കാര പ്രകാരം ശരീരത്തിലെ 8 ഭാഗങ്ങൾ ഇതൊക്കെയാണ്: 2 കൈകൾ, 2 കാലുകൾ, 2 മുട്ടുകൾ, പിന്നെ നെഞ്ച്, നെറ്റി. ഈ 8ഉം നിലത്ത് തൊട്ട് നമസ്കരിക്കുന്നതിനെയാണ് നമ്മൾ സാഷ്ടാംഗ പ്രണാമം എന്ന് വിളിക്കുന്നത്. വലിയ ശൂരവീര പരാക്രമിയാണെന്ന് സ്വയം പ്രസിദ്ധപ്പെടുത്തി നടക്കുന്ന ചില ആളുകൾ അറിയാതെ ചില അഭ്യാസികളോട് ഡയലോഗ് അടിക്കുന്നതും അവരുടെ അടി കിട്ടി വീഴുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ഇടികിട്ടി വീണാലൊന്നും അവരുടെ ഈഗോയ്ക്ക് ഒരു കുറവും കാണില്ല. അവർ ഏറ്റുനിന്ന് പറയും, വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണേ. ഇത് കേൾക്കുമ്പോൾ സിനിമാ നടൻ ജഗതി ശ്രീകുമാറിനെ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വീഴ്ചകളെ സാഷ്ടാംഗ പ്രണാമമായി ചിത്രീകരിക്കുന്ന കേരളത്തിലെ കുറേ മീഡിയ സുഹൃത്തുക്കൾ, അവരെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഈ ജഗതി ശ്രീകുമാറിനെ തന്നെയാണ്, ഈ രംഗം തന്നെയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യരാണ്. ചിലപ്പോൾ അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ വീഴ്ച വരാമെന്ന് സത്യം സമ്മതിക്കാൻ ഈ ന്യായീകരണ കൂട്ടം തയ്യാറല്ല. മറിച്ച് മോദിയെ വീഴ്ചയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത മാനുഷാകാരം പൂണ്ട ദൈവമായി ഇവർ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ അമേരിക്ക ചുമത്തിയ 18% താരിഫ് പ്രധാനമന്ത്രി മോദിയുടെ വീഴ്ചയാണെന്ന് 6 മാസത്തെ ചരിത്രം പരിശോധിച്ചാൽ, കഴിഞ്ഞ ആഗസ്റ്റ് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. എന്താണ് ഈ 6 മാസത്തിനിടയിൽ ഇവിടെ സംഭവിച്ചത്? ഇന്ത്യയുടെ മേൽ വളരെ നാമമാത്രമായ നികുതിയാണ് 6 മാസം മുമ്പ് അമേരിക്ക ചുമത്തിയിരുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന WTOയുടെ ഡാറ്റ പ്രകാരം വെറും 2 മുതൽ 5% വരെ മാത്രമായിരുന്നു നമ്മുടെ നികുതി അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക്. ശരാശരി നമുക്ക് വേണമെങ്കിൽ 3% എന്ന് പറയാം. കഴിഞ്ഞ 6 മാസത്തിനിടയിലാണ് അത് 50% വർദ്ധിപ്പിച്ചതായി പ്രസ്താവനയിൽ കണ്ടത്. ഇതിൻ്റെ കാരണക്കാർ തീർച്ചയായും BJPയും മോദിജിയുമാണ്. എന്തുകൊണ്ടാണ് മോദിജിയാണ് കാരണമെന്ന് പറയുന്നത്? അതിനൊരു ചരിത്രമുണ്ട്. BJPയെ ഇന്ത്യയിൽ അധികാരത്തിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ഫണ്ട് ചെലവഴിച്ച വ്യക്തികളെ നമ്മളിവിടെ പരിചയപ്പെടണം. ഒന്ന് അംബാനിയാണ്, മറ്റൊന്ന് അദാനിയാണ്. ഈ അംബാനിക്ക് വേണ്ടി നടത്തിയ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് മൊത്തം സിസ്റ്റത്തെയും പിടിച്ചു കുലുക്കിയത് എന്നാണ് യാഥാർത്ഥ്യം. ഗുജറാത്തിലെ ജാംനഗറിൽ അംബാനി ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി നിർമ്മിച്ചു വെച്ചു. 1,00,000 കോടി എന്ന ഭീകര ചെലവാണ് അതിന് വന്നിട്ടുള്ളത് എന്നാണ് സ്വതന്ത്ര മാധ്യമങ്ങൾ പറയുന്നത്. പുള്ളിക്ക് മുതൽ മുടക്കിയതിൻ്റെ മെച്ചം കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ ആ ഫാക്ടറി മുഴുവൻ സമയം ലാഭകരമായി പ്രവർത്തിക്കണം. അതിന് ഒരു ദിവസം എത്ര ബാരൽ ക്രൂഡ് ഓയിൽ വേണം എന്നാണ് കണക്ക് എന്ന് വെച്ചാൽ 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ അവിടെ തന്നെ വേണം. അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ നല്ല മാർജിനിൽ വിൽക്കാൻ പറ്റണം. ഒരു ഷിഫ്റ്റ് പോലും മുടങ്ങാതുള്ള എഫിഷ്യൻ്റായ പ്രവർത്തനം അവിടെ നടക്കണം. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നല്ല മാർജിനിൽ വിൽക്കണമെങ്കിലോ 14 ലക്ഷം ക്രൂഡ് ഓയിൽ ദൈനംദിനം കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് ചീപ്പായി കിട്ടിയാൽ ലാഭം കൂടും. ഇവിടെയാണ് പ്രൈം മിനിസ്റ്റർ മോദിയും BJPയും ഒരു മാർഗം കണ്ടെത്തിയത്. ആ മാർഗം നിർഭാഗ്യവശാൽ രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായിരുന്നു. വികസിത രാജ്യങ്ങളും അമേരിക്കയും ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ റഷ്യയെ ബഹിഷ്കരിച്ചിരുന്ന സമയത്ത് റഷ്യയിൽ നിന്നും ചുളുവിലയ്ക്ക് പെട്രോളിയം കൊണ്ടുവരിക എന്നൊരു സൂത്രം അവർ ഉപയോഗിച്ചു. അങ്ങനെ അംബാനിയെ ഒന്ന് സഹായിച്ചു. എന്നാൽ പരസ്യമായി ഒരു വ്യക്തിക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അതൊരു വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനായി നമ്മുടെ പൊതുമേഖലയിലും കുറച്ച് റിഫൈനറീസ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ആ പെട്രോളിയം കമ്പനികളെ സർക്കാർ മുന്നിൽ നിർത്തി. അതായത് പൊതുമേഖലയിൽ 50%-ഓളം എണ്ണ കമ്പനികളുണ്ട്. അവയെ ശക്തിപ്പെടുത്താൻ എന്ന ബോർഡ് വെച്ച്, അത് മുമ്പിൽ വെച്ച് ബോർഡ്, പിന്നിലൂടെ അംബാനി പെട്രോളിയം ഇറക്കുമതി ചെയ്തു തുടങ്ങി. റഷ്യയ്ക്ക് ഉക്രൈനിലിടാനുള്ള ബോംബിൻ്റെ കാശ് ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന അവസ്ഥയുണ്ടായി എന്ന് വെസ്റ്റേൺ ആളുകൾ പറഞ്ഞു. ഇതാണ് ഇന്ത്യയുടെ മേൽ 50% നികുതിയായി വന്നത്. ഇതിൽ 25% റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ വകുപ്പിൽപ്പെടുത്തിയിട്ടുള്ള നികുതിയാണ്. ഇന്ത്യക്ക് റഷ്യയുമായി ദശാബ്ദങ്ങൾ നീണ്ട സൗഹൃദമുണ്ട്. അതുകൊണ്ട് റഷ്യയെ സഹായിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു വാദം നമുക്ക് തോന്നാം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് കണക്ക് കൂട്ടലുകൾ ആരായാലും നടത്തണം. അങ്ങനെ കൂട്ടി കിഴിച്ചു നോക്കിയാൽ സിമ്പിളായി മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്: അംബാനിയുടെ താല്പര്യങ്ങളല്ല രാജ്യത്തിൻ്റെ താല്പര്യം. നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് അമേരിക്കയുമായി ഇന്ത്യക്കുള്ള ബന്ധം? 52 ലക്ഷം ഇന്ത്യക്കാരുള്ള നാടാണ് അമേരിക്ക. അവിടെ 1-2 സംസ്ഥാനം രൂപീകരിക്കാനുള്ള ഇന്ത്യക്കാരുണ്ട്. 8700 കോടി ഡോളറിനുള്ള കയറ്റുമതി നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏകദേശം 7,86,000 കോടി രൂപ
ഇന്ത്യയുടെ ഒരു മാസത്തെ GST വരുമാനം 1,95,000 കോടിയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് അമേരിക്കയുമായുള്ള വ്യാപാരം ഇന്ത്യയുടെ നട്ടലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മനുഷ്യരൊന്നും ആകേണ്ട കാര്യമില്ല, കഴുതയ്ക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് രാജ്യ താല്പര്യങ്ങളെക്കാൾ വലുതാണ് അവരെ കസേരയിൽ കൊണ്ടിരുത്തിയ മുതലാളിമാരുടെ താല്പര്യം. മോദി ആൻഡ് BJP ടീം റഷ്യയിൽ നിന്നും പെട്രോളിയം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അമേരിക്കക്കാർ നികുതി 50% ഉയർത്താനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ വെറും 2 മുതൽ 5% വരെ മാത്രമുണ്ടായിരുന്ന നികുതി 50% രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയെ തകർക്കാൻ കാരണമായ അംബാനി ബന്ധം ആരുടെ വകയാണ്? തീർച്ചയായും മോദി ആൻഡ് BJP വകയാണ്. ഇതിനെ തുടർന്ന് മറ്റൊരു സംഭവവികാസം കൂടി ഉണ്ടായി. ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യയിലുള്ള അവരുടെ നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങി. ആരാണ് ഈ പോർട്ട്ഫോളിയോ നിക്ഷേപകർ? അവർ പറയുന്നത് കുറച്ചു കാലത്തേക്ക് വേണ്ടി വിദേശികൾ നടത്തുന്ന നിക്ഷേപമാണ് ഈ പോർട്ട്ഫോളിയോ നിക്ഷേപം. അവരെ സംബന്ധിച്ചിടത്തോളം കാറ്റുള്ളിടത്ത് തൂറ്റുക എന്നതാണ് നയം. ഇപ്പോൾ അവർ വേറൊരു സ്ഥലത്തേക്കാണ് അവരുടെ നിക്ഷേപം പോകുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ നിക്ഷേപം നടത്തുന്നത് AI റിലേറ്റഡ് സംരംഭങ്ങളിലാണ്. അപ്പോൾ AI സംരംഭങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ഭേദം എന്ന് കണ്ടപ്പോൾ അവർ അങ്ങോട്ട് പോയി. അപ്പോൾ അവർ വെറുതെ അല്ലല്ലോ പോകുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ മാത്രം അവർ 35,962 കോടി രൂപ പിൻവലിച്ച് ഡോളറാക്കി കൊണ്ടുപോയി. കഴിഞ്ഞ ഒരു വർഷം 2025 മൊത്തം കണക്ക് നോക്കുമ്പോൾ വിദേശ നിക്ഷേപകരാകെ 1,66,286 കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ രൂപയെ ബാധിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. രൂപയെടുത്ത് ഡോളറാക്കുമ്പോൾ ഡോളറിന് ഡിമാൻഡ് കൂടി. രൂപയ്ക്കെതിരെ ഡോളറിന് ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞാൽ രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നാണ് മറ്റൊരർത്ഥം. രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഒരു വിഷമവൃത്തം രൂപപ്പെടും. ഒരു ചക്രമാണിത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വട്ടത്തിൽ ചിന്തിക്കണം. നിക്ഷേപകർ പണം പിൻവലിക്കുന്നു, ഡോളർ വാങ്ങുന്നു, രൂപയുടെ മൂല്യം ഇടിയുന്നു. രൂപയുടെ മൂല്യം ഇടിയുന്നത് കാണുമ്പോൾ നിക്ഷേപകർക്ക് ഭയം കൂടുന്നു. കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കുന്നു. അതോടെ രൂപയുടെ കൂടുതൽ മൂല്യം കുറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഫലം രൂപയുടെ മൂല്യം കുറഞ്ഞ് കടലാസാകുന്നു. അല്ലാതെ നമ്മുടെ പുതുസംഖ്യയായി കയറ്റം കിട്ടിയ സാബു ജേക്കബ് പറയുന്ന പോലെ അല്ല അത്. പുള്ളി പറഞ്ഞത് ഞങ്ങൾ കയറ്റുമതിക്കാർക്ക് വേണ്ടി ഈ രൂപയുടെ മൂല്യം സർക്കാരായിട്ട് കുറച്ചതാണ്. അതായത് കയറ്റുമതിക്കാർക്ക് വേണ്ടി ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരായിട്ട് രൂപയുടെ മൂല്യം കുറച്ചതാണ് എന്നാണ് ഈ സാബു ജേക്കബ് പറഞ്ഞത്. എന്തൊരു തോൽവിയാണ് കക്ഷി. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വിഷമമുണ്ട്. വീഴ്ച പോലും സൂത്രമാക്കി മാറ്റുകയാണ് സാബു ജേക്കബ് ചെയ്യുന്നത്. പുള്ളി ഒരു വ്യവസായിയാണല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, പുള്ളിയല്ല കിറ്റക്സ് കമ്പനിയെ ഇത്രയും നല്ല നിലയിൽ എത്തിച്ചത് എന്നതിന് ഈ ഒറ്റ പ്രസ്താവന മതി. കാരണം വ്യവസായം എന്തെന്നറിയുന്ന ഒരാളും കുറച്ചും കൂടി എക്കണോമിക്സ് അറിയുന്ന ഒരാളും ഇത് പറയില്ല. നമുക്കറിയാം പുള്ളിയുടെ സഹോദരൻ ഇല്ലായിരുന്നെങ്കിൽ ആ കച്ചവടം എന്നെ പൂട്ടിപ്പോകുമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് പുള്ളി അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ അത് സത്യമല്ല. കയറ്റുമതിക്കാർക്കായി ഒരു രാജ്യം മൂല്യം കുറയ്ക്കണമെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി അധികമായിരിക്കണം, ഇറക്കുമതി കുറവായിരിക്കണം. അങ്ങനെയല്ല. നമ്മളെന്നും ഈ ഇറക്കുമതി രാജ്യമാണ്. ഇവിടെ അധികവും അസംബ്ലിംഗ് ആണ് നടക്കുന്നത്. മാനുഫാക്ചറിങ് ഇല്ല, വളരെ കുറവാണ്. ഇറക്കുമതി ചെയ്യുക, കൂട്ടിച്ചേർക്കുക, അസംബിൾ ചെയ്യുക. അല്ലാതെ ഒരു മേക്ക് ഇൻ ഇന്ത്യയും ഇവിടെ നടക്കുന്നില്ല. പാരസെറ്റമോളിലെ മരുന്ന് വരെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ അവസ്ഥ ഒരു കാലത്തും മാറാനും പോകുന്നില്ല എന്ന് ഈ പുതിയ ബഡ്ജറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വെറും 0.7% മാത്രമാണ് ഇവിടെ ഗവേഷണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇസ്രായേൽ 5% മാറ്റിവെക്കുമ്പോഴാണിത്. ഗവേഷണവും പഠനവും ഇല്ലാത്തടത്ത് ഒരു മേക്ക് ഇൻ ഇന്ത്യയും നടക്കുകയില്ല. നാടിൻ്റെ സമ്പൽ വ്യവസ്ഥ അംബാനിക്ക് വേണ്ടി കുട്ടിച്ചോറാക്കുക എന്ന ലൈനിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന മോദി ആൻഡ് ടീമിന് ഇത്തിരി വൈകിട്ടാണെങ്കിലും ബുദ്ധി ഉദിച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രൂപ ഇങ്ങനെ പോയാൽ കടലാസാകും എന്ന് അവർക്ക് മനസ്സിലാവുകയും അത് തടയാൻ വേണ്ടി അവർ പെടാപ്പാട് പെടുകയും ചെയ്തു. മോദി ആദ്യം ചെയ്തത് ചൈനയെ അഭയം പ്രാപിക്കാൻ നോക്കുകയാണ്. പക്ഷേ അത് രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായിരുന്നു. അവിടെയാണെങ്കിൽ വലിയ സ്വീകരണം കിട്ടിയതുമില്ല. സത്യത്തിൽ ചൈനയുടെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് ഒരു പാട്രിയോട്ടിക്കും ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ മോദി അത് ചെയ്തു. പക്ഷെ എന്ത് കാര്യം, അവിടെ നിന്ന് ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയറ്റുമതിയേ ഉള്ളൂ.
അവരിൽ നിന്ന് നമ്മളെന്തെങ്കിലും ഇറക്കുമതി നടക്കുന്നതല്ലാതെ അവർക്ക് അങ്ങോട്ടേക്ക് ഒന്നും വേണ്ട. അത്രയും പ്രൊഡക്ഷനുള്ള ഒരു രാജ്യമാണ്. പിന്നീട് ഈ അടുത്ത കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്ത യൂറോപ്യന്മാരായിട്ടുള്ള ഒരു കരാറാണ്. പക്ഷേ അതുകൊണ്ടൊന്നും രൂപയുടെ ഇടിച്ചൽ നിന്നില്ല. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ട മോദി ആൻഡ് ടീം പിന്നെ ചെയ്തത് നേരെ ട്രംപിന് മുന്നിൽ വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്. അതോടൊപ്പം അംബാനിയോട് BJP പറഞ്ഞു, ഇത്രയും കാലം ഉണ്ടാക്കിയ ലാഭം കൊണ്ട് തൃപ്തിപ്പെടണം, റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തുകയാണ്. അങ്ങനെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി നിർത്തി. അതോടെ അമേരിക്കയുമായി കരാറിന് വഴിതെളിച്ചു. എന്നിട്ടും വിശാലഹൃദയനായ ഈ ട്രംപാശാൻ മോദിയോട് മുഴുവൻ ക്ഷമിച്ചോ? ഒരിക്കലുമില്ല. നികുതി 50% നിന്ന് 18% കുറച്ചു. ഇതുകൊണ്ട് വല്ല കാര്യം നമുക്കുണ്ടോ? കാര്യമുണ്ട്. കാരണം 50%-നേക്കാൾ കുറവാണല്ലോ 18. പക്ഷേ നമ്മുടെ നാട്ടിലേക്കൊന്ന് വരണം. നമ്മുടെ നാട്ടും പുറത്ത് നടക്കുന്ന ചില പരിപാടികൾ, നമ്മുടെ വമ്പിച്ച വിറ്റഴിക്കൽ വിൽപ്പന നടത്തുന്ന ചില കടകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. വില 100% കയറ്റിയിടും, എന്നിട്ട് 70% ഡിസ്കൗണ്ട് കൊടുക്കും. ഇതുകൊണ്ട് കസ്റ്റമേഴ്സിന് വല്ല ഗുണമുണ്ടോ? ഇതേ രീതിയിൽ വേണം US-ൻ്റെ പുതിയ നികുതിയെ കാണാൻ. 3% വരുന്ന നികുതി അവരത് 50% ഉയർത്തിയെന്ന് പറഞ്ഞു, പിന്നെ 18% കുറച്ചു. ഇതുകൊണ്ട് ആർക്കാണ് മെച്ചം? ആർക്കാ നേട്ടം? ഇന്ത്യക്കാർക്കല്ല. ഇതിനെയാണ്, അതായത് സാഷ്ടാംഗ പ്രണാമം നടത്തിയ ഒരാളെയാണ് മോദിയുടെ നേട്ടമായി പാലാട്ടുന്നത്. അവരോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ 2 വരി വടക്കൻ പാട്ടാണുള്ളത്. കൊണ്ടുപോയതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. നന്ദി, നമസ്കാരം.